മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് ഹിറ്റുകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. ഇനി കാലം എത്ര കഴിഞ്ഞാലും മണിച്ചിത്രത്താഴിൻ്റെ തട്ട് താണു തന്നെയിരിക്കും. അത്തരത്തിലാണ് സണ്ണിയും ഗംഗയും നകുലനുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മണിച്ചിത്രത്താഴ് യഥാർത്ഥത്തിൽ നടന്ന കഥയാണെങ്കിൽ വർഷങ്ങൾക്കിപ്പുറം സണ്ണിയും ശ്രീദേവിയും ഗംഗയും എല്ലാം എന്ത് ചെയ്യുകയായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ ചോദ്യത്തിന് AI-യിലൂടെ മറുപടി നൽകുകയാണ് M3DB കഫേ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ശ്രീദേവിയെ കല്യാണം കഴിച്ചു അമേരിക്കയിൽ പോയി കുഞ്ഞിനോടൊപ്പം സുഖമായി ജീവിക്കുന്ന സണ്ണിയെയാണ് നമുക്ക് ആദ്യ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതേസമയം മാടമ്പള്ളി തറവാട് നകുലൻ മോടി പിടിപ്പിച്ച് ഗംഗയോടും മകൾ കാവേരിയോടുമൊപ്പം സുഖമായി ജീവിക്കുന്നു. പിന്നെ നമ്മുടെ അല്ലിയുടെ കല്യാണം കഴിഞ്ഞു കേട്ടോ. മനോരമ ആഴ്ചപ്പതിപ്പ് വായിച്ചിരിക്കുന്ന അല്ലിയെയും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന മഹാദേവനെയും നമുക്ക് അടുത്ത ചിത്രത്തിൽ കാണാം. അവസാന ചിത്രത്തിലുള്ളവരെ കാണുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നിറയും. പപ്പുവും നെടുമുടിയും ഇന്നസെന്റും ലളിതയും തിലകനും ഗണേഷും കൂടി ഒരു യാത്ര പോവുകയാണ്. ഈ അവസാന ഫ്രെയിമിൽ ദാസപ്പൻകുട്ടി മാത്രമേ AI അല്ലാതെ ഇനിയുള്ളൂ എന്നാണ് ഒരു ആരാധകൻ കമൻ്റായി കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് AI ആണെങ്കിലും കാഴ്ചക്കാരെ വർഷങ്ങൾക്ക് പുറകിലോട്ട് സഞ്ചരിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് 2 ഇനി സാധ്യമല്ലെങ്കിലും കാരണം ചിത്രത്തിലുണ്ടായിരുന്ന പല ലെജൻസും നമ്മെ വിട്ടു പോയല്ലോ. മണിച്ചിത്രത്താഴിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മിലൂടെ ജീവിക്കും.